കണ്ണിൽ കാണുന്നവർക്കെല്ലാം വാരിക്കോരി കൊടുത്തത് കൊണ്ടത് ആതുര സേവനമാകണമെന്നില്ല. നാം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ആർക്കാണ് ലഭിക്കുന്നതെന്നും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടോ എന്നും അറിയേണ്ടത് കൊടുക്കുന്ന നമ്മുടെ കടമയാണ്. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. സമാഗമന കൂടാരത്തിൻ്റെ പണി മോശയെ ഏൽപ്പിക്കുമ്പോൾ ദൈവം അരുളി ചെയ്തിരിക്കുന്ന വാക്കുകൾ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാൻ കഴിയും. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ഞാൻ കാണിക്കുന്ന മാതൃപ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം എന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും മോശ ചെയ്തു എന്ന് പിന്നത്തേതിൽ നമ്മൾ കാണുന്നു. പുതിയ നിയമസഭയുടെ കൂടിവരവുകൾക്കും പ്രവർത്തനങ്ങൾക്കും എത്ര മനോഹരമായ രൂപകൽപ്പനയാകുന്നു ദൈവം ചെയ്തിരിക്കുന്നതെന്നാകുന്നു ഈ ദിവസങ്ങളിലെ പഠനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാകുന്നു ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ഉപദേശങ്ങൾ ഓരോ ശുശ്രൂഷകനും ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ടവയാണ്. ക്രിസ്തീയ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോരുത്തരും തങ്ങളെ തന്നെ സ്വയപരിശോധന ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ നാം പഠിച്ചു കഴിഞ്ഞത്. ഒരിക്കലും ക്രിസ്തീയ ശുശ്രൂഷ ലാഘവത്തോടെ എടുക്കരുത്. ദൈവം തന്ന ശുശ്രൂഷകൾ ഏറ്റവും ഭയഭക്തിയോടെ നിർവഹിക്കേണ്ടതാണ്. ഒരുപക്ഷെ താങ്കൾ പൂർണ്ണസമയ ശുശ്രൂഷകനല്ലായിരിക്കാം, എങ്കിലും താങ്കൾ ഒരു ദൈവ പൈതലായിരിക്കുന്നിടത്തോളം കാലം ദൈവിക ശുശ്രൂഷയിൽ തന്നെയാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ സഭയിലെ സ്ഥാനികളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് പൗലോസ് തിമോത്തിയോസിനെ പഠിപ്പിക്കുന്നത്. 5ഉം 6ഉം അധ്യായങ്ങളിൽ ഈ പ്രായോഗിക വിഷയം തന്നെയാണ് നാം കാണുന്നത്. ഇന്നത്തെ സഭയുടെ എല്ലാ തലങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നത് തന്നെയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. വളരെ പ്രായോഗികവും അർത്ഥവത്തുമായ ഒരു ഭാഗം. പ്രാദേശിക സഭയിലെ വിവിധ കൂട്ടത്തിലുള്ളവരുമായി ശുശ്രൂഷകനുള്ള ബന്ധം നാം ഇവിടെ കാണുന്നു. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനത് വായിക്കാം. മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും. മൂത്തവനെ ആദ്യമായി ചർച്ച ചെയ്യുന്ന ബന്ധം മൂത്തവരുമായുള്ളതാണ്. മൂത്തവൻ എന്നതിന് ഇംഗ്ലീഷിൽ എൽഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സഭയിലെ മൂപ്പന്മാരെയാണോ അതോ തിമോത്തിയോസിനേക്കാൾ പ്രായം ചെന്നവരെ ആകുന്നുവോ എന്ന് പലരും തർക്കിക്കാറുണ്ട്. ആദിമസഭയിൽ മൂപ്പൻ സഭയിലെ ഒരു സ്ഥാനം വഹിച്ചവനായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഒരു വ്യക്തിയെ കുറിക്കുന്നതാണ്. ഇവിടെ പറയുമ്പോൾ പൗലോസിന് ഇത് രണ്ടും ഒരുപക്ഷെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പക്വത വന്ന ഒരു ദൈവ പൈതലിനെക്കുറിച്ചും സഭയിലെ ഒരു സ്ഥാനിയെക്കുറിച്ചും പൗലോസ് ചിന്തിക്കുന്നുണ്ടാകും. കാരണം മൂപ്പൻ എന്ന് പറയുമ്പോൾ പ്രായമുള്ള ആൾ തന്നെ ആയിരിക്കുമല്ലോ. മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും. ഒരു മൂപ്പനെ തിമോത്തിയോസ് പരസ്യമായി ഭത്സിക്കരുത് എന്നാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. പിന്നെയോ രഹസ്യമായി പ്രബോധിപ്പിക്കാവുന്നതാണ്. തിമോത്തിയോസ് ഒരു യുവാവായിരുന്നു. അതുകൊണ്ട് തന്നെ സഭയിലെ പ്രായം ചെന്ന ആളുകളോട് വളരെ ശ്രദ്ധിച്ച് വേണമായിരുന്നു അവൻ ഇടപെടേണ്ടത്. എനിക്കെല്ലാം അറിയാം, അതുകൊണ്ട് സകലരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ എനിക്ക് അധികാരമുണ്ട്, ഞാനത് കയറി പ്രയോഗിക്കും, ഞാനാണ് ഈ സ്ഥാനത്തിരിക്കുന്നത് എന്ന മനോഭാവം കൊണ്ട് തിമോത്തിയോസ് സഭയിൽ ശുശ്രൂഷിക്കരുതെന്ന് പൗലോസ് അവനെ ഉപദേശിക്കുന്നു. അവൻ മൂത്തവരെ പ്രോത്സാഹിപ്പിക്കണം, ആവശ്യമെങ്കിൽ സ്വകാര്യമായി പ്രബോധിപ്പിക്കാവുന്നതാണ്. ഇവിടെ പറയുന്നത് അപ്പനെപ്പോലെ പ്രായമുള്ളവരോട് ഇടപെടണമെന്നത്രേ. ഇന്ന് അനേകം യുവ ശുശ്രൂഷകരും ഇത് മറന്നുപോകുന്നു എന്നത് ഏറെ പരിതാപകരമാണ്. തിയോളജിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഒരു പട്ടവും കൂടി കിട്ടിയാൽ
ആരുടെ തലയ്ക്ക് മുകളിലും പറക്കാമെന്നാണ് പലരും ചിന്തിക്കുന്നത്. കുപ്പായം ആരെയും പിടിച്ച് ശാസിക്കുവാനുള്ള ലൈസൻസ് അല്ല എന്ന് ഓർക്കണം. 25 വയസ്സ് പോലും തികയാത്ത പയ്യനെ എല്ലാവരും അച്ഛനെന്ന് അല്ലെങ്കിൽ പാസ്റ്റർ എന്ന് വിളിക്കണം എന്നത് നിർബന്ധം. എന്നാൽ അതുപോലെ തന്നേക്കാൾ പ്രായമുള്ളവരെ ബഹുമാനിക്കുവാൻ ശുശ്രൂഷകൻ മറന്നുപോകുന്നു എന്നത് ശോചനീയമാണല്ലേ? ഓരോ ശുശ്രൂഷകരും വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാകുന്നിത്. ഇളയവരെ സഹോദരന്മാരെ പോലെയും എന്ന് പറഞ്ഞിരിക്കുന്നു. തിമത്തിയോസും സഭയിലെ പ്രായമുള്ളവരും തമ്മിൽ നല്ല ഒരു ബന്ധം നിലനിൽക്കണം. അതുപോലെ തന്നെ തന്നെപ്പോലെ യൗവനക്കാരോടും നല്ല ബന്ധം പുലർത്തണം. താൻ സഭയിലെ ശുശ്രൂഷകനാകയാൽ തലക്കനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. തൻ്റെ സമപ്രായക്കാരോട് സഹോദരന്മാരെ പോലെ ഇടപെടുകയാണ് വേണ്ടത് എന്നത്രേ പൗലോസ് പറയുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. പൂർണ്ണ നിർമ്മലതയോടെ ഒരു സഭയിലെ ശുശ്രൂഷകൻ സ്ത്രീകളോടുള്ള ബന്ധത്തിൽ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിലുള്ള വീഴ്ച പോലെ ഒരു സഭയെ നശിപ്പിക്കുന്ന മറ്റൊരു പാപമില്ല എന്ന് മറക്കരുത്. ഒരു വ്യക്തിയുടെ ശുശ്രൂഷയെയും നശിപ്പിക്കുവാൻ പോരുന്നതാണ് ഈ പാപം. ഈ കാരണത്താൽ ഒരു ശുശ്രൂഷകൻ സഭ വിടേണ്ടി വരുമ്പോൾ അവിടുത്തെ ആത്മീയ നിർജീവത്വം ഭയങ്കരമായിരിക്കും. ഈ പറഞ്ഞതുപോലെ ഒരു പാപം മറ്റെന്തിനേക്കാളും ഏറെ ഒരു സഭയുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് എന്നോർക്കണം. ഈ കാര്യത്തിൽ യാതൊരു ഉപാധിയും പറഞ്ഞ് ആർക്കും രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല. തിമത്തിയോസിന് സഭയിലെ പുരുഷന്മാരുമായുള്ള ബന്ധത്തെക്കുറിച്ചും സഭയിലെ സ്ത്രീകളെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ചും പൗലോസ് ചർച്ച ചെയ്തു. ഇനി 3-ാമത്തെ കൂട്ടത്തെക്കുറിച്ചാണ് പൗലോസ് സംസാരിക്കുവാൻ പോകുന്നത്. 3-ാം വാക്യം, സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്കുക. ഈ മാനിക്കുക എന്നുള്ളത് വളരെ രസകരമായൊരു വാക്കാണ്. ഞാൻ ചെയ്യുന്നതിന് മൂല്യം കൽപ്പിക്കുന്ന പ്രവർത്തനം എന്ന അർത്ഥമാണത്. ആദിമസഭ തങ്ങളുടെ വിധവമാരെ സംരക്ഷിച്ചിരുന്നു. അവർ ആ കാര്യത്തിൽ വളരെ സൂക്ഷ്മതയോടെ പ്രവർത്തിച്ചു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ വിധവകളെ നോക്കുന്നതിലെ പ്രശ്നമാണ് അവിടെ നാം കാണുന്നത്. യവനന്മാർ, അതായത് ഇസ്രായേലിന് വെളിയിൽ നിന്നുള്ള യഹൂദന്മാർ ചിന്തിച്ചു, തങ്ങളുടെ വിധവമാരെ കരുതേണ്ടതുപോലെ ഈ ഇസ്രായേലിലുള്ള ആളുകൾ, അഥവാ ഇസ്രായേലിൽ നിന്ന് തന്നെയുള്ള വിധവമാരെ കരുതുന്നത് പോലെ തങ്ങളുടെ വിധവമാരെ കരുതുന്നില്ല എന്ന് യവനന്മാർ ചിന്തിച്ചു. ഈ കാരണത്താൽ അപ്പോസ്തലന്മാർ വിധവമാരെ നോക്കുന്നതിനായി മാത്രം കുറേ ആളുകളെ ആക്കി. അങ്ങനെ അപ്പോസ്തലന്മാർ തങ്ങളുടെ മുൻഗണനയായ ദൈവവചനം പഠിക്കുന്നതിൽ നിന്നും പഠിപ്പിക്കുന്നതിൽ നിന്നും മാറാതെയിരുന്നു. വിധവമാരുടെ സംരക്ഷണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പൗലോസ് ഇവിടെ നിർദ്ദേശം നൽകുന്നു. വളരെ പ്രായോഗികമായ നിർദ്ദേശം. സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്കുക. ദൈവവചനത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം വളരെ പ്രായോഗികമാകുന്നു. വികാരത്തള്ളലിൽ പ്രവർത്തിക്കുകയല്ല, വളരെയേറെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിരിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ദൈവമക്കൾ ആർദ്രതയുള്ളവരായിരിക്കണമെന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ ആരും അതിനെ മുതലെടുക്കുവാൻ അനുവദിക്കുവാൻ പാടില്ല. നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദിമസഭ വിധവകളെ സംരക്ഷിച്ചു. എന്നാൽ അവർ ചെയ്തത് ഒരു ആതുര സേവനം എന്നതിനേക്കാൾ ഉപരിയായിട്ടായിരുന്നു. കണ്ടവരോടൊക്കെ തോന്നിയ സഹതാപത്താൽ അവർ വാരിക്കോരി കൊടുക്കുകയായിരുന്നില്ല. ആരാണ് സാക്ഷാൽ വിധവമാരെന്നും എവിടെയാണ് ആവശ്യമുള്ളതെന്നും എത്രമാത്രമാകുന്നു ആവശ്യമുള്ളതെന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കുവാൻ ശുശ്രൂഷകന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു. കണ്ണിൽ കാണുന്നവർക്കെല്ലാം വാരിക്കോരി കൊടുത്തതുകൊണ്ട് അത് ചുമതല നിറവേറ്റുകയല്ല എന്നോർക്കണം. നാം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ആർക്കാണ് ലഭിക്കുന്നതെന്നും അത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നും അറിയേണ്ടത് നമ്മുടെ കടമയാണ്. ഞാൻ കള്ളുകുടിക്കാതെ ഉണ്ടാക്കിയ പണം സഹതാപം തോന്നിയതുകൊണ്ട് ഒരുത്തന് കള്ളുകുടിക്കുവാൻ ഞാൻ ഒരിക്കലും കൊടുക്കില്ല. ഈ കാര്യത്തിൽ ആദിമസഭ എത്രമാത്രം സൂക്ഷ്മതയോടെ പ്രവർത്തിച്ചിരുന്നു എന്ന് ശ്രദ്ധിക്കുക. ആതുര സേവനം ഒരിക്കലും ബുദ്ധിമോശമായി ചെയ്യേണ്ടതല്ല. ആർക്കാണ്ട് വേണ്ടി വല്ലതും ചെയ്തു കൂട്ടുന്നത് കൊണ്ട് ദൈവം പ്രസാദിക്കുന്നില്ല എന്നോർക്കണം. ഈ വിഷയത്തിൽ കുറെ കൂടി വിശദമായി പൗലോസ് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും.
4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. ശുശ്രൂഷകന്മാർ വിധവമാരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ വിധവമാർക്ക് പുത്രപൗത്രന്മാർ ഉണ്ടോ എന്ന് തിരക്കണം. എന്തുകൊണ്ടാണ് ആ പുത്രപൗത്രന്മാർ അവളെ സഹായിക്കാത്തത്? മക്കൾക്കും കൊച്ചുമക്കൾക്കും അവളോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് ദൈവത്തിൻ്റെ മാർഗമാകുന്നു. ഇന്നും ഇതാകുന്നു ദൈവത്തിൻ്റെ മാർഗം. പ്രായമാകുമ്പോൾ എവിടെയെങ്കിലും ഒരു അഗതി മന്ദിരത്തിൽ കൊണ്ട് തള്ളിയിട്ട് പോകുക ബുദ്ധിമുട്ടില്ലല്ലോ. ഇന്ന് അനേകം മക്കളും തങ്ങളുടെ പ്രായമായ മാതാപിതാക്കളോട് ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളല്ല എന്ന് നാം കേൾക്കാറുണ്ട്. എല്ലാവരുമല്ല, അനേകരും. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സാക്ഷാൽ വിധവയും ഏകാഗിയുമായവൾ ദൈവത്തിൽ ആശ വെച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു. ഇത് സാക്ഷാൽ വിധവയാണ്. അവൾ ഏകാഗിയുമാണ്. അവൾ ആവശ്യക്കാരത്തിയാണ്. അവൾ ഭക്തയായ ഒരു സ്ത്രീയാകുന്നു. അവൾ പ്രാർത്ഥിക്കുന്നവളാകുന്നു. അവൾ സഭയ്ക്ക് വേണ്ടിയും സഭാ ശുശ്രൂഷകന് വേണ്ടിയും മാത്രമല്ല, തനിക്ക് വേണ്ടിയും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവളാണ്. അങ്ങനെ ചെയ്യുവാൻ അവൾക്കൊരു അവകാശമുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു വിധവയെ കണ്ടെന്നാൽ അവളെ സഭയായി സഹായിക്കണമെന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു. ദൈവഹിതപ്രകാരം ദൈവവഴിയിലൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അനുഗ്രഹീതമാണ്. 6-ാം വാക്യത്തിൽ, കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. കാമുകിയായവളോ എന്ന് പറയുമ്പോൾ അത് ഉപയോഗിച്ചിരിക്കുന്ന പദം സുഖിച്ചു മതിച്ച് ജീവിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ്. ഒരു വിധവ സഹായം അർഹിക്കുന്നവളാകുന്നുവോ എന്ന് അറിയുവാൻ ചെല്ലുമ്പോൾ അവളുടെ വീട്ടിലെല്ലാവരും കൂടി അങ്ങ് ആഘോഷിച്ച് തിമിർക്കുന്നത് കാണുകയാണെങ്കിൽ അവളെ സഹായിക്കേണ്ടതില്ല എന്നാണ് പൗലോസ് പറയുന്നത്. പലരും ഇതുപോലെ പണം നേടിയിട്ട് അത് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. അതത്ര പൗലോസ് ഇവിടെ ഉപദേശിക്കുന്നത്. അവളുടെ മകൻ എത്ര പ്രശസ്തനായാലും അവരുടെ വീട്ടുകാരെല്ലാം സഭയിലെ പ്രമുഖരായിരുന്നാലും അവളെ സഹായിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് പൗലോസ് പറയുന്നു. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ നിരപവാദ്യമാരായിരിക്കേണ്ടതിന് നീ ഇത് ആജ്ഞാപിക്കുക. പൗലോസ് പറയുന്നത്, തിമോത്തിയോസേ, നീ ഇത് സഭയ്ക്ക് വ്യക്തമാക്കി കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ അവർ ഈ കാര്യങ്ങളിൽ മാന്യമായ രീതിയിൽ ഇടപെടുവാൻ തുടങ്ങും. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, ഇവിടെ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ശക്തമായി ഈ കാര്യം പറയേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഒരു വിധവയെ അവളുടെ ബന്ധത്തിലും ചാർച്ചയിലുമുള്ളവർ സംരക്ഷിക്കേണ്ടതാണ്. ആരാധനയുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് എപ്രകാരത്തിലുള്ള സാക്ഷ്യം പറയുന്നു എന്നുള്ളതല്ല. കൂട്ടായ്മകളിൽ നെടുക നടന്ന് സാക്ഷ്യം പറയുന്നതുമല്ല. സ്വന്തമായവരെ സംരക്ഷിക്കുവാൻ വേണ്ടത് ചെയ്യാത്തവർ ദൈവം മുൻപാകെ യാതൊരു സാക്ഷ്യവുമില്ലാത്തവരാണ്. ഏതൊരു ഉപാധി പറഞ്ഞതാണെങ്കിലും ആവശ്യത്തിലിരിക്കുന്ന മാതാവിനെയോ പിതാവിനെയോ അതുപോലെ വീട്ടുകാരായവരെ കരുതുവാൻ മനസ്സില്ലാത്തവർ ഭക്തി പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ അങ്ങ് അഭിപ്രായപ്പെടുകയാണ്. അവർ അഭക്തരാണ്. അവരുടെ ഭക്തിക്ക് ദൈവം 0 വില മാത്രമാണ് നൽകുന്നത്. വിശന്ന് കിടക്കുന്ന അപ്പനെ നോക്കുവാൻ മനസ്സില്ലാതെ കൂട്ടായ്മയ്ക്ക് പോയി ഒത്തിരി പാടിയത് കൊണ്ട് എന്താണ് വിശേഷം? ഇവിടെ പറയുന്നത് അവർ അവിശ്വാസിയേക്കാൾ അധമനാകുന്നു എന്നത്രേ. ദൈവവചനം ഇവിടെ വളരെ വ്യക്തമാണ്. തിരുവചനത്തിൽ എന്തെല്ലാം കാണാതെ പോയാലും ഇത് കാണാതെ പോകില്ല എന്നത് തീർച്ചയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും ഇത് വളരെയേറെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, സൽപ്രവർത്തികളാൽ ശ്രുതിപ്പെട്ട് ഏക ഭർത്താവിൻ്റെ ഭാര്യയായിരുന്ന് 60 വയസ്സിന് താഴെയല്ലാത്ത വിധവ മക്കളെ വളർത്തുകയോ. എന്തിനാണ് ഈ വയസ്സ് പറഞ്ഞിരിക്കുന്നത്?
കാരണം അവൾ ഈ പറഞ്ഞ വയസ്സിന് താഴെയാകുന്നു എങ്കിൽ അവൾക്ക് എന്തെങ്കിലും ജോലിയെടുത്ത് സ്വയം സംരക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ വയസ്സ് പറഞ്ഞിരിക്കുന്നത്. 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടുതീർക്കുകയോ സർവ്വസൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തുവെങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം. സർവ്വസൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തു എങ്കിൽ. കഴിഞ്ഞ കാലത്ത് ഈ വിധവ എപ്രകാരത്തിലുള്ള വ്യക്തിയായിരുന്നു എന്ന് പരിഗണിക്കുന്നത് വളരെ നല്ലതാണ്. അതാണ് പൗലോസ് പറയുന്നത്. അവളുടെ കഴിഞ്ഞ കാലത്തെ ഒന്ന് വിലയിരുത്തൂ. വരുന്നവരെ എല്ലാം സഹായിക്കുവാൻ തുനിയരുത്. അവൻ പറഞ്ഞതുപോലെയുള്ള ഒരു വ്യക്തിയാകുന്നു ഈ പറഞ്ഞ വിധവയെങ്കിൽ, അവൾ ആവശ്യത്തിലിരിക്കുന്നവളെങ്കിൽ താങ്കൾ അവളെ സഹായിക്കണം. സഭ ഇപ്രകാരത്തിലുള്ള അടിസ്ഥാനപരവും ലളിതവുമായ പ്രമാണങ്ങളിൽ മടങ്ങി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിനു പകരം ഇന്ന് എവിടെങ്കിലും കാണുന്ന ഒരു വികാരത്തള്ളലിൽ എന്തെങ്കിലും ചെയ്യുവാനുള്ളൊരു ശ്രമമാകുന്നു നാം വിശ്വാസികളിൽ കാണുന്നത്. ഇത് പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അയോഗ്യരായ ആളുകളെയും കൂടുതൽ കരയുവാൻ കഴിവുള്ളവരെയും നമ്മുടെ ലോലഹൃദയം സഹായിച്ചിട്ട് നമ്മുടെ ഇടയിൽ തന്നെ ആവശ്യത്തിലിരിക്കുന്നവരെ പലപ്പോഴും അവഗണിക്കുന്നതാണ് കാണുന്നത്. അങ്ങ് ദൂരെയുള്ള നാം അറിയാത്ത അനേകരെ നാം സഹായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ സഹായം അർഹിക്കുന്നവരെ നാം കാണാതെ പോകുന്നത് കഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ സഭയുടെ സാക്ഷ്യം പലപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. ഒരു വിധവ സഭയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ശുശ്രൂഷയിൽ ഏർപ്പെടേണ്ടതുണ്ട്. അവൾ അനുഭവിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതായിരിക്കും. അവളുടെ കഷ്ടപ്പാടുകൾ, ഒരു വിധവയായി തീർന്ന അവസ്ഥ മറ്റുള്ളവരെ സഹതാപത്തോടുകൂടെ കാണുവാൻ അവളെ സഹായിക്കും. ഈ കാര്യത്തിൽ സഭാ ശുശ്രൂഷകർ ഏറെ ശ്രദ്ധിക്കണമെന്നറിയാമോ? വളരെയധികം ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാകുന്നു ഇത്. പലപ്പോഴും സഭയിൽ ആതുര സേവനത്തിന് വേണ്ടിയിട്ടുള്ള പണം ആവശ്യമില്ലാത്തവർക്കാണ് അത് ലഭിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അർഹിക്കാത്തവർക്ക്. ഈ കാര്യത്തിൽ സഭ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വീണ്ടും പറയട്ടെ. 11-12 വാക്യങ്ങളിൽ കാണുന്നത്, ഇളയ വിധവമാരെ ഒഴിക്കുക. അവർ ക്രിസ്തുവിന് വിരോധമായി പുളച്ച് മതിക്കുമ്പോൾ വിവാഹം ചെയ്യുവാൻ ഇച്ഛിക്കും. ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധിയുണ്ട്. യൗവനക്കാരത്തികളായ വിധവമാർ പുനർവിവാഹം ചെയ്യുവാൻ ആഗ്രഹിച്ചു എന്ന് വന്നേക്കാം. അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ തെറ്റായ കാരണങ്ങൾക്കായി പുനർവിവാഹം ചെയ്യുന്ന അപകടമുണ്ട് എന്ന് മാത്രം. അവളുടെ വിശ്വാസത്തെ മുഴുവൻ മറക്കുന്ന അപകടമുണ്ട്. സഭ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുകയും യൗവനക്കാരത്തികളായ വിധവമാരെ പരീക്ഷിച്ചിട്ട് വേണം അവരെ സഹായിക്കേണ്ടത്. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അത്രയുമല്ല, അവർ വീടുതോറും നടന്ന് മെനക്കെടുവാനും ശീലിക്കും. മെനക്കെടുക മാത്രമല്ല, വായാടികളും പരകാര്യത്തിൽ ഇടപെടുന്നവരുമായി അരുതാത്തത് സംസാരിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, അവർ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് വേണ്ടാത്തതെല്ലാം കൊണ്ടുപോകും. ഞാൻ ഉദ്ദേശിച്ചത് ഏഷണിയെക്കുറിച്ചാണ്. അവർ തങ്ങൾ പറയരുതാത്ത കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് നടക്കും. വീട്ടിൽ പലപ്പോഴും ചോദിക്കുവാനും പറയുവാനും ആളില്ലാത്തതിനാലും ഒത്തിരി ജോലിയൊന്നും വീട്ടിലില്ലാത്തതിനാലും അവൾ പരകാര്യത്തിൽ ഇടപെട്ട് സമയം കളയുവാൻ നോക്കും. ഇത് വളരെയേറെ വാസ്തവമാണെന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പലരും ഇപ്പോൾ സമ്മതിക്കും. എല്ലാവരും ഇതുപോലെ ആകണമെന്നില്ല. ഭർത്താക്കന്മാർ വീട്ടിലില്ലാത്ത ആളുകളും പലപ്പോഴും ഇതുപോലെ ആത്മീയതയ്ക്ക് ചേരാത്തതായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതായി കാണുവാൻ സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരിമാരോട് എനിക്ക് പറയുവാനുള്ളത്, നാം മറ്റൊരു വീട്ടിൽ ചെന്നാൽ അവിടുത്തെ കുറ്റം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരി, മറ്റുള്ളിടത്തെ കുറ്റം അവരോട് പറയുന്നതിനേക്കാൾ ഉപരി പ്രാർത്ഥിക്കുവാനോ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുവാനോ സമയം കണ്ടെത്തണം. ഇന്ന് പിന്നെ വീട് സന്ദർശനം ആവശ്യമില്ലല്ലോ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫോണിലൂടെ മണിക്കൂറുകൾ അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാമല്ലോ. അതൊക്കെ നിർത്തണം. മറ്റുള്ളവർക്ക് ആത്മീയ വർധന ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കുവാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ അത് സഭയ്ക്ക് ദോഷം വരുത്തും. ദൈവനാമ മഹത്വം ഒരിക്കലും അതുകൊണ്ട് ഉണ്ടാകുകയില്ല. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ ഇളയവർ വിവാഹം ചെയ്യുകയും പുത്രസമ്പത്ത് ഉണ്ടാക്കുകയും ഭവനം രക്ഷിക്കുകയും വിരോധിക്ക് അപവാദത്തിന് അവസരം ഒന്നും കൊടുക്കാതിരിക്കുകയും വേണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു.
സ്ത്രീ ഭവനത്തെ നോക്കി നടത്തുന്നവൾ ആകുന്നു, ഹോം മേക്കർ. ഈ ഭാഗത്ത് മുഴുവൻ പൗലോസ് സഭയിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പെരുമാറ്റത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത് എന്ന് മനസ്സിലായല്ലോ. ഈ ബന്ധങ്ങൾ ലോകത്തിൻ്റെ മുൻപിൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ള സാക്ഷ്യമായിരിക്കണം എന്ന് പൗലോസ് ഊന്നി പറയുന്നു. അതായത് വിരോധിക്ക് അപവാദത്തിന് അവസരമൊന്നും കൊടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന്. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇപ്പോൾ തന്നെ ചിലർ സാത്താൻ്റെ പിന്നാലെ പോയല്ലോ. അവർ സത്യത്തിൽ വിശ്വാസികളായിരുന്നില്ല എന്ന് ഈ വാക്യത്തിൽ വ്യക്തമാണല്ലേ. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒരു വിശ്വാസിനിക്ക് വിധവമാർ ഉണ്ടെങ്കിൽ അവൾ തന്നെ അവർക്ക് മുട്ടുതീർക്കട്ടെ, സഭയ്ക്ക് ഭാരം വരരുത്, സാക്ഷാൽ വിധവമാരായവർക്ക് മുട്ടുതീർപ്പാനുണ്ടല്ലോ. ഓരോ കുടുംബവും അവർക്കുള്ള വിധവമാരുടെ ചുമതല ഏൽക്കണം. അങ്ങനെ വരുമ്പോൾ ബന്ധുക്കൾ ആരുമില്ലാത്തതും ആവശ്യത്തിലിരിക്കുന്നവരുമായ വിധവമാരുടെ കാര്യത്തിൽ സഭ കൂടുതൽ ശ്രദ്ധിക്കാവുന്നതാണ്. എത്ര പ്രായോഗികമായ നിർദ്ദേശങ്ങളാകുന്നു പൗലോസ് നമുക്കിവിടെ നൽകുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാകുന്നു പൗലോസ് തിമോത്തിയോസിനോട് സംസാരിക്കുന്നത്. 17-ഉം 18-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനെന്നും ഉണ്ടല്ലോ. ആദിമസഭയിൽ അവരുടെ മൂപ്പന്മാർക്ക്, അല്ലെങ്കിൽ അവരുടെ ഇന്ന് പറഞ്ഞാൽ പാസ്റ്റേഴ്സിന്, അവർ ശമ്പളം നൽകിയിരുന്നു. നല്ലതുപോലെ പഠിപ്പിച്ചിരുന്നവർക്ക് അല്പം കൂടുതൽ നൽകിയിരുന്നു. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക എന്നാണ് പൗലോസ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇരട്ടി ശമ്പളം കൊടുക്കണമെന്നല്ല, പിന്നെയോ അവരുടെ വേലയിൽ പൂർണ്ണമായി അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് കഴിയും വണ്ണം അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർക്ക് നൽകണം എന്നാണ് പൗലോസ് പറയുന്നത്. തനിക്ക് കിട്ടുന്നത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ട് കൂടാതെ നടത്തിക്കൊണ്ടു പോകുവാൻ കഴിയാത്തതിനാൽ വേറെ പണിക്ക് പോകുവാൻ ഒരു ശുശ്രൂഷകന് ഇടയാകരുത്. അതല്ല എങ്കിൽ ഭാര്യയെ ജോലിക്ക് വിട്ട് ഭാര്യ വീട്ടിൽ ചെയ്യേണ്ട ജോലി മുഴുവൻ സഭാ ശുശ്രൂഷകൻ ചെയ്യുവാൻ ഇടയാകരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ആഴ്ചയിൽ ഒരു പ്രസംഗത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, അതെങ്ങനെങ്കിലും ഒപ്പിക്കാമെന്ന അവസ്ഥയാണ് പലരും തിരഞ്ഞെടുക്കുന്നത്. ഞാനീ പറഞ്ഞത് എല്ലാവരെയും കുറിച്ചല്ല കേട്ടോ. ഈ വസ്തുത തെളിയിക്കുവാൻ പൗലോസ് തിരുവചനത്തിൽ നിന്നും 2 ഉദ്ധരണികൾ കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നിന്നുമാണ്. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. മൃഗത്തോടുള്ള കരുതലിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പനയാണിത്. ധാന്യം മെതിക്കുന്ന ജോലിയിലായിരിക്കുമ്പോൾ ഇടയ്ക്കിടെ ഒരു വാനിറെ ധാന്യം തിന്നുവാൻ കൃഷിക്കാരൻ കാളയെ അനുവദിക്കണമായിരുന്നു. 2-ാമത്തെ ഉദ്ധരണി നമ്മുടെ കർത്താവ് പറഞ്ഞതാണ്, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനെന്ന്. ലോകപ്രകാരം പണം ഉണ്ടാക്കാവുന്ന ഏതെങ്കിലും തൊഴിൽ സ്വീകരിക്കാതെ പൂർണ്ണസമയം ക്രിസ്തീയ വേലയ്ക്കായി സമർപ്പിച്ചിട്ടുള്ള ഒരു ശുശ്രൂഷകനെ സഭ മുതലെടുക്കരുതെന്ന് പൗലോസിന്, അല്ലെങ്കിൽ ചൂഷണം ചെയ്യരുതെന്ന് പൗലോസിന് നിർബന്ധമുണ്ടായിരുന്നു. ആദിമസഭയിൽ ശമ്പളം നൽകിയിരുന്ന ശുശ്രൂഷ ഉണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു തെളിവത്ര ഇത്. 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം കണ്ടത് പൗലോസ് അവിടെ പറയുന്നത് ദ്രവ്യാഗ്രഹികളായവരെ ശുശ്രൂഷയിൽ നിന്നും ഒഴിക്കണം എന്നത്രേ. തങ്ങളുടെ സേവനത്തിന് തക്കതായ ശമ്പളം നൽകാതെ ക്രിസ്തീയ ശുശ്രൂഷകരെ ചൂഷണം ചെയ്യുവാൻ സഭ ഒരിക്കലും ഒരുമ്പെടരുത്. ഇന്ന് അനേകം സ്ഥലങ്ങളിലും ക്രിസ്തീയ പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകുവാൻ ശമ്പളം നൽകുന്നില്ല. അതേസമയം ചിലർക്ക് ലഭിക്കുന്നത് വളരെ ഉയർന്ന വേതനമാകുന്നതാനും. ഈ കാര്യത്തിൽ ഓരോ സഭയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പ്രധാന പ്രശ്നം സഭ വചനാനുസരണമല്ലാത്തതിനാൽ പ്രാദേശിക സഭയിലെ സംഭാവനകൾ മിക്കവാറും കേന്ദ്ര ഫണ്ടിലേക്ക് പോകുന്നു എന്നതാണ്. തങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ആർക്കാണ് പ്രയോജനം ഉണ്ടാകുന്നതെന്ന് കൊടുക്കുന്ന ആളിന് പലപ്പോഴും അറിയാൻ പാടില്ലാത്ത അവസ്ഥ. എന്നാൽ പൗലോസ് പ്രാദേശിക സഭയെക്കുറിച്ചാണ് പറയുന്നത്. മൂപ്പന്മാരെ ആക്കുന്നതും സുവിശേഷകരെ ആക്കുന്നതുമെല്ലാം പ്രാദേശിക സഭ തന്നെയായിരുന്നു. ആ സംവിധാനമായിരുന്നു പൗലോസ് അനുവർത്തിച്ചു വന്നത്. പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രധാന വിഷയം സഭാ ശുശ്രൂഷകർ സാമ്പത്തിക ഭാരത്തിൽ നിന്നും സ്വതന്ത്രരായിരിക്കണമെന്നുള്ളതാണ്. അങ്ങനെ സ്വതന്ത്രരാകുമ്പോൾ
തങ്ങളുടെ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുവാൻ അവർക്ക് കഴിയും. സഭ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാകൂ എന്ന് കണ്ട് ക്രിസ്തീയ വേലക്കാരെല്ലാം ആഡംബരമായി ജീവിക്കണമെന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. എളിമത്തം ഭക്തിയുടെ ഭാഗമായി കാണുന്ന നമ്മുടെ സമൂഹത്തിൽ ആഡംബരമായി ജീവിക്കുന്ന ശുശ്രൂഷകർ ഒരുപക്ഷെ ശുശ്രൂഷയ്ക്കൊരു തടസ്സമാകാവുന്നതാണ്. എന്തായിരുന്നാലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാകുന്നു ഇത്. കൊടുക്കുന്ന കാര്യത്തിൽ വിശ്വാസികളും ചെലവഴിക്കുന്ന കാര്യത്തിൽ സഭാ ശുശ്രൂഷകരും വളരെ ശ്രദ്ധിക്കണം. ഒരു മൂപ്പൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്താകുന്നു എന്നും ഈ ഭാഗത്തു നിന്നും വ്യക്തമാക്കുന്നുണ്ട്. ദൈവവചനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു സഭാ ശുശ്രൂഷകൻ്റെ പ്രഥമവും പ്രധാനപ്പെട്ടതുമായ ഉത്തരവാദിത്തം ദൈവവചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുക എന്നതത്രേ. പള്ളി പണിയിക്കുവാനും പാരിഷ് ഹാൾ പണിയിക്കുവാനും ടൂർണമെൻറ്റുകൾ നടത്തുവാനും ഉത്സവ കമ്മിറ്റികളിൽ ഇരിക്കുവാനും എന്തിനധികം ഭവന സന്ദർശനത്തിന് പോലും സഭാ ശുശ്രൂഷകൻ സമയം കളയുവാൻ പാടില്ല. ഒരു സഭാ ശുശ്രൂഷകൻ തൻ്റെ സമയം വചനം പഠിക്കുവാനും അത് പഠിപ്പിക്കുവാനുമാണ് ചെലവഴിക്കേണ്ടത്. ഭവനങ്ങൾ സന്ദർശിച്ച് വചനം പഠിപ്പിക്കുന്നുവെങ്കിൽ വളരെ നല്ലത്. അങ്ങനെ വചനം പഠിപ്പിക്കുമ്പോൾ സഭയിൽ ഒന്നിനും കുറവില്ലാതെ സമൃദ്ധിയായി മുന്നോട്ട് പോകുന്നത് കാണുവാൻ സാധിക്കും. ആത്മീയമായും ഭൗതികമായും സമൃദ്ധമായി വളരുന്ന ഒരു സഭയായിരിക്കും അങ്ങനെയുള്ളത്. അതായിരിക്കണം ഓരോ ശുശ്രൂഷകൻ്റെയും സ്വപ്നം. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ സഭ അങ്ങനെയുള്ള ഒരു സഭയായി തീരുവാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യൗവനക്കാരനായ യോശുവയുടെ ദൈവം അരുളി ചെയ്തത്, എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവസഭയുടെ പ്രവർത്തനങ്ങളിലും ദൈവസഭയെ നയിക്കുന്നവർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ ദൈവവചനത്തിൽ നൽകിയിരിക്കുന്നു. ദൈവവചനത്തിൽ അധിഷ്ഠിതമായി മുന്നേറുന്ന ഒരു സഭയ്ക്ക് മാത്രമേ പാതാള ഗോപുരങ്ങളെ ജയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ.